അർച്ചന മാഡം, എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വന്നേനല്ലോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ അച്ഛനും അമ്മയും വീടും പരിസരവും ഒക്കെ? മാഡത്തിന് ഇഷ്ടമായോ? ഈ മാഡം എന്നുള്ള വിളിയേ ഇനി അധിക ദിവസം ഇല്ല കേട്ടോ. മാഡത്തിൽ നിന്ന് ഏട്ടത്തിയിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം മതി. ആ ദിവസങ്ങൾ കൊണ്ടേ ഏട്ടത്തിന്ന് വിളിപ്പിക്കേണ്ട അവസരം ഞാൻ ഒഴിവാക്കി തരാം. തന്റെ വീട് വരെ ഒന്ന് പോയി എന്നുള്ളത് സത്യം തന്നെയാ. തന്റെ അച്ഛനെയും അമ്മയും കാണുകയും ചെയ്തു. അച്ഛനെയും അമ്മയും വീടും പരിസരവും ഒക്കെ നല്ലപോലെ ഇഷ്ടവുമായി. ഹോ, സമാധാനമായി. എന്റെ സ്നേഹയുടെയും വിവാഹത്തിനുള്ള സമ്മതം അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ലേ അല്ലേ? ഇപ്പൊ തന്നെ ടെൻഷൻ മുഴുവനും മാറി. ഇനി സ്വസ്ഥമായിട്ട് എനിക്ക് സ്നേഹ വിവാഹം കഴിക്കാലോ. മാതാപിതാക്കളെയും പുരയിടവും ഒക്കെ നോക്കിയിട്ടാണോ നാട്ടില് വിവാഹമൊക്കെ നടക്കുന്നത്? വിവാഹം കഴിക്കുന്ന ആളുടെ സ്വഭാവം കൂടി നോക്കണ്ടേ? അങ്ങനെ വരുമ്പോ എങ്ങനെയാ ഈ വിവാഹം നടക്കുന്നത്? ചെറുക്കന്റെ സ്വഭാവം ശരിയല്ലല്ലോ. എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പമാണ് മാഡം കാണുന്നത്? ഞാൻ എന്താ ചെയ്തെന്ന് പറ. നീയും അവന്തിയും തമ്മിൽ എന്താ ബന്ധം? ഞാൻ വെറുതെ ചോദിച്ചതാ. പിന്നെ നിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറയണോ? പറയാൻ കൊള്ളാമെന്ന് എന്തെങ്കിലും ഉണ്ടോ? ഈ വീട്ടിലുള്ളവർ പാവങ്ങളാ. അവരെ വശത്താക്കാൻ കുറച്ച് ഓവർ സ്മാർട്ട് കാണിച്ചാൽ മതി. അതും കൊണ്ട് എന്റെ മുന്നിലേക്ക് നീ വരണ്ട. പിന്നെ നീയും അവന്തികയും തമ്മിൽ എന്ത് ബന്ധം എന്നെന്റെ ചോദ്യത്തിന് നിന്റെ മുഖത്ത് മിന്നി മറിഞ്ഞ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ ഉദ്ദേശിച്ച ഒരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാവുന്ന അന്ന് നീ അറിയും ഈ അർച്ചന മാഡം ആരാണെന്നും ഈ വീട്ടിലുള്ളവര് നീ ഉദ്ദേശിക്കുന്ന പോലെ പാവങ്ങളല്ലെന്നും. വിളിച്ച് വീട്ടിൽ കയറ്റിയ നന്ദേട്ടനെ കൊണ്ട് തന്നെ ചവിട്ടി ഞാൻ ഇറക്കിക്കും. ഇപ്പൊ ധനുഷിന് തോന്നും ഞാനിതൊക്കെ വെറുതെ സമയം പോവാൻ പറയുന്നതാന്ന്. ഞാനങ്ങനെ വെറുതെ ഒന്നും പറയില്ല ധനുഷെ. അത് നിനക്കറിയില്ലെങ്കിലും സ്നേഹിക്ക് നന്നായിട്ടറിയാം. ധനുഷ്, ധനുഷ് എവിടേക്കാ? ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്കും പോകണമായിരുന്നു. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാ അല്ലേ? നമുക്ക് നിന്റെ ബുള്ളറ്റിൽ പോവാം. വാ.